ഹലോ, നമസ്കാരം സാർ. ആ ഇതാരാണ്? പേര് പറയുന്നില്ല സാറേ. ഓക്കെ ഓക്കെ. പറഞ്ഞോളൂ. പിന്നെ ഞാനിത് 1-2 പ്രാവശ്യം റേഡിയോ ബെനിഫിഷ്യറി വിളിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ പിന്നെ ലക്ഷ്മി അപ്പാർട്ട്മെന്റ്, അതായത് പിന്നെ നമ്മുടെ സച്ചിൻ ബേക്കറിയുടെ തുമ്പറ മാർക്കറ്റിന്റെ അവിടെ നമ്മൾ അകത്തോട്ട് കയറുമ്പോ ആ റോഡിൽ ഇങ്ങനെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അഴുക്ക വേസ്റ്റുകൾ, നമ്മൾ അതിലെ കൂടെ എന്നും പോയും വരികയും ചെയ്യുന്നു. അഴുക്ക വേസ്റ്റുകളാണ് കൊണ്ട് അവിടെ ഇടുന്നത്. കവറിനകത്ത് കിട്ടി കൊണ്ട് നമ്മൾ നടക്കുന്ന പാതയിലാണ്. അതാ ഈ മഴയത്ത് ഈ തറയോടി ഇട്ടിരിക്കുന്നത് കാരണം നമ്മൾ നടക്കുമ്പോഴേ അത് ഒഴുകി വന്നാണ് ഈ കിടക്കുന്നത്. നമ്മൾ അതും ചവിട്ടി തേച്ചാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത്. അതിൽ നിന്ന് മാരകമായ അസുഖങ്ങളാണ് നമുക്കെല്ലാം പിടിപെടുന്നത്. ഇത് ഇടുന്നവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് മേലിൽ ഇനി അവിടെ ഇടാതിരിക്കുക. ഞങ്ങൾ അതിലെ കൂടി യാത്ര ചെയ്യുന്നവരാ. ഇത് കേൾക്കുന്നുണ്ടായിരിക്കും, പക്ഷെ അവിടെ ഉള്ളവര് തന്നെ അവിടെ ഇടുന്നത് വേസ്റ്റ്. പിന്നെ ലക്ഷ്മി അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടില്, അതായത് സ്വാമിനാഥൻ ഇത് ഇലക്ട്രിസിറ്റിയുടെ ഒരു മീറ്റർ ഇത് വെച്ചിട്ടുണ്ട്. അവിടെയാണ് ഇത് ഇടുന്നത്. അത് ആ പരിസരത്തുള്ളവരായിരിക്കണം ഇടുന്നത്. അല്ലാതെ അവിടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കാണാൻ പറ്റുമല്ലോ ഇത്രയും വേസ്റ്റ് കൊണ്ട് ഈ നടപ്പാതയിൽ നടുക്ക് കൊണ്ടിടുന്നത്. ഇത്രയൊക്കെ ഈ കൊല്ലം 75 വർഷം 100 വർഷം ചെന്നാലും സാറേ ഈ ജനങ്ങളും നന്നാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. അല്ലെ, നമ്മുടെ ഒരു സംസ്കാരമാണ് അത്. നമ്മൾ തന്നെ രാവിലെ നമ്മൾ നടന്നു വരുന്നത് അവരുടെ വേസ്റ്റ് ചവിട്ടി തേച്ചോണ്ട് വേണം വരാൻ. മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ മണ്ടയിലൂടെ ചവിട്ടിയാണ് ഇപ്പുറത്ത് വരുന്നത്. അപ്പോഴ് ഈ ഹെൽത്തുകാര് ആർക്കെങ്കിലും ഒരു അസുഖം പിടിപെട്ടാൽ ഉടനെ ഒരു കറക്കമുണ്ട്. നിങ്ങൾ ചിരട്ടയിലെ വെള്ളം കളയണം, നിങ്ങൾ പൂണിയിലിരിക്കുന്ന വെള്ളം കളയണം എന്നും പറഞ്ഞുകൊണ്ട് കയറി വന്ന് മുറ്റത്തൊക്കെ ഒന്ന് നോക്കിയാൽ മറ്റ് അവരവരുടെ കാര്യം നിറവേറിയിട്ട് ഒറ്റ പോക്കാങ്ങ് പോകുന്നത്. അപ്പൊ ഞങ്ങൾ ഇതെല്ലാം ചെയ്ത് ഹെൽത്തുകാർ ഏതെങ്കിലും ഒരു വീടുകളിൽ ഒരു അസുഖം വന്നാൽ അത് രഹസ്യമായിട്ടാണ് ഇവര് കൈകാര്യം ചെയ്യുന്നത്. മനസ്സിലായി? ഒരു ചിക്കൻ പോക്സോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ അവർ അവിടെ ഇരുന്നോണ്ട് ഇന്ന വീട്ടുകാരെ വിളിച്ചു പറയും, ഇന്നടുത്ത് ഇന്ന അസുഖമാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷെ എന്നാലും അവര് വന്ന് തിരക്കത്തില്ല. മനസ്സിലായി? ഈ ഹെൽത്തുകാരാണ് ഇതെല്ലാം അന്വേഷിക്കേണ്ടത്. നമുക്ക് ഓരോ വാർഡിലും ഓരോ ആശാപ്രവർത്തകരെ വെച്ചിട്ടുണ്ട്. ഇവരെയൊക്കെ എന്തിന് സാറേ ഇവിടെ ഈ കോർപ്പറേഷൻകാർ നിർത്തിയിരിക്കുന്നത്? ഈ ശമ്പളം അല്ലെ ഗവൺമെന്റ് നിർത്തിയിരിക്കുന്നവർക്കൊക്കെ ഈ ശമ്പളം കൊടുത്ത് വെറുതെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. സാധാരണ ആൾക്കാരെ ഇതിനെല്ലാം പെട്ടുപോകുന്നത്. മനസ്സിലായി? അല്ലാതെ ഈ ജനങ്ങൾ നന്നായാലേ ഈ നമ്മുടെ ഈ കൊച്ചു കൊല്ലം ശരിയാവും. പറഞ്ഞതാണ് കറക്റ്റ്. ജനങ്ങൾ ഇതിനകത്തൊക്കെ കുറെ ജനങ്ങളാണ് ചെയ്യാനുള്ളത്. നമ്മളിപ്പോ അതും നമ്മളെ ഇത് ചെയ്യുന്നത് നല്ല വിദ്യാഭ്യാസവും അറിവും നല്ല വിദ്യാഭ്യാസവും നല്ല ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് ഈ ചെയ്യുന്നത്. അത്രയും അവിടെ നമ്മുടെ ഞങ്ങളുടെയൊക്കെ ആ വിഷമം കൊണ്ട് ഞാൻ പറയാം. ഒരാളെങ്കിലും വിളിച്ച് പറയണമല്ലോ. ഇത് ഒരാളെങ്കിലും വിളിച്ച് പറഞ്ഞത്. ഞാൻ ഇനി റേഡിയോ ബെനിഫിഷ്യറി വിളിക്കത്തില്ലെന്ന് ഇങ്ങനെ ശബ്ദം ചെയ്തതാ. പക്ഷെ എന്നാലും ഞാൻ ഇന്ന് സഖിയിട്ടെന്ന് വിളിച്ചതാ. അത് കുഴപ്പമില്ല, പറയണം. അത് റേഡിയോ ഇതൊരു മാധ്യമമല്ലേ, ഇതിലൂടെ കേൾപ്പിക്കാന്ന് പറഞ്ഞത് ആരെങ്കിലും ചെവിയിൽ പതിക്കും. എന്ന് പറഞ്ഞോണ്ട് അതുകൊണ്ട് ഈ കൊല്ലത്തിന്റെ 100 വർഷം ആഘോഷിക്കാൻ ആൾക്കാർ ഇറങ്ങിയാൽ 75 വർഷം ആഘോഷിക്കാൻ ഇറങ്ങിയാൽ ഈ ആഘോഷിക്കാൻ ഇറങ്ങുന്നവര് സ്വയം ഒന്ന് ചിന്തിക്കണം, ഞാൻ ചെയ്തതാണല്ലോ അവിടെ തെറ്റെന്ന്. അപ്പൊ അത് ആഘോഷിക്കാൻ പോയിട്ട് ഇപ്പുറം ആത്മപരിശോധന ആവശ്യമാണ് അല്ലെ? സ്വയം ഒരു ആത്മപരിശോധന ചെയ്യാം അല്ലെ? നടത്തിയിട്ട് വേണം ഞാൻ മുൻപോട്ട് ഇറങ്ങാനായിട്ട്. ശരി.